ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴംപൊരിയാണ്. നല്ല വേർത്തുരുണ്ട പഴംപൊരി, സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ പുളിപ്പിക്കാനൊന്നും വയ്ക്കാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ല അടിപൊളി പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 3 ഏത്തപ്പഴം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പഴം 3ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ നീളത്തിന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ പഴംപൊരി തയ്യാറാക്കാനായിട്ട് പഴം എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം പഴുത്ത പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി വലിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പഴം 4ആയിട്ട് കിട്ടത്തക്ക രീതിയിലും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3 പഴവും 3ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഡ്ലി മാവാണ്. ഇഡ്ലി മാവോ ദോശമാവോ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 കപ്പ് അളവിൽ തന്നെ ഇഡ്ലി മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിച്ച മാവ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ അരച്ചെടുക്കുന്ന അതേ ദിവസം തന്നെയുള്ള മാവ് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 3-4 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എള്ളാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ 1 ടീസ്പൂൺ അളവിൽ എള്ള ഒന്ന് കഴുകി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ലൂസായി പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ടിരിക്കാനും പാടില്ല. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കേണ്ടി വരും. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. നമുക്ക് പഴം ഈ ഒരു മാവിലൊന്ന് മുക്കിയെടുക്കുന്ന സമയത്ത് പഴത്തിൽ മാവ് ഒട്ടിയിരിക്കണം. ആ ഒരു രീതിക്ക് വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഓരോ പീസായിട്ട് എടുത്ത് ഒന്ന് ഈ ഒരു മാവിലൊന്ന് മുക്കിയതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള പഴമൊക്കെ ഒന്ന് എണ്ണയിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് പഴമൊക്കെ ഉള്ളിൽ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മുടെ പഴംപൊരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുന്ന സമയത്ത് ഈ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങും. ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം ഞാൻ 2 പഴവും ഒന്ന് തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴംപൊരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല വീർത്തുരുണ്ട പഴംപൊരി നമുക്ക് സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.